എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിനു ശങ്കർ, നാച്ചുറൽ ഹീലിംഗ് സെന്റർ, കൊയിലാണ്ടി, കോഴിക്കോട്. ഇന്ന് നമ്മളെല്ലാവരും ഷിഗല്ലയെ പേടിച്ചിരിക്കുകയാണ്. ഏത് സമയത്താണ് ഷിഗല്ല നമ്മളിലേക്ക് കടന്നു വരാന്ന് അറിയില്ല എന്നുള്ള ഭയത്തിലാണ്. ഇതിനെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്ന സ്ഥലത്തെല്ലാം അതിന്റെ അതിന്റെ ഭീകരതകളെ കുറിച്ചാണ് കൂടുതലും പറയുന്നുള്ളതും അതിന്റെ പ്രിക്കോഷൻസ് എങ്ങനെയൊക്കെ അത് നമ്മൾ ചെയ്യണമെന്ന് പറയുന്ന സമയത്തും വിട്ടുപോകുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ യഥാർത്ഥത്തിൽ വരാൻ കാരണം ആ വിട്ടുപോയ കാര്യങ്ങളെ കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമെന്ന് പറയാനാണ്. പലപ്പോഴും നമ്മൾ വിട്ടുപോകുന്ന കാര്യങ്ങളാണ് വളരെ ഇമ്പോർട്ടൻസ് എന്ന് പലപ്പോഴും പലരും മനസ്സിലാക്കുന്നില്ല. അങ്ങനെ ഒരു പ്രയാസം തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വരുന്നത്. കാരണം ഷിഗല്ല മാത്രമല്ല, നമുക്കുണ്ടാവുന്ന നമ്മളെ ബാക്ടീരിയ വൈറസ് മൂലമുണ്ടാവുന്ന ഏതൊരു രോഗങ്ങൾക്കും അത് പകരാനുണ്ടാവുന്ന കാരണത്തിന്റെ പിന്നില് നമ്മുടെ പ്രതിരോധ കുറവാണെന്ന് പറയുന്നു. ഓക്കെ, എല്ലാവരും പറയുന്ന പ്രതിരോധ കുറവ് കൊണ്ട് വരുന്നതാണ് അല്ലെ. നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് മാറി നിൽക്കുന്നതും വെള്ളം ചൂടാക്കി കുടിക്കുന്നതും അതൊക്കെ ഒരു ഡിഫൻസ് ആണ്. കൈകൾ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകുന്നതും ഒക്കെ അല്ലെ. പലപ്പോഴും അണുക്കളിൽ നിന്ന് വിമുക്തി നേടാൻ വേണ്ടി നമ്മൾ കൈകൾ നല്ല സാനിറ്റൈസർ ഉപയോഗിച്ച് അല്ലെങ്കിൽ സോപ്പ് ഉപയോഗിച്ച് കഴുകി ഉപയോഗിക്കുന്നു. തിളപ്പിച്ച വെള്ളം ഉപയോഗിച്ച് പാത്രങ്ങളൊക്കെ വൃത്തിയാക്കുന്നു. അതൊക്കെ ഓക്കെ, ദാറ്റ് ഈസ് എവറിഥിങ് ഈസ് ഡിഫൻസ്. അതെങ്ങനെ നമ്മൾ പുറത്ത് കാണിക്കുന്ന ഒരു ഒരു തടയലുകളാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി നമ്മൾ ചെയ്യേണ്ടത് ഈ പുറത്തെ മാലിന്യങ്ങളെ മാറ്റുന്നതിലുപരി നമ്മുടെ ആന്തരിക മാലിന്യങ്ങളെ മാറ്റാൻ നമ്മൾ ശ്രമിക്കേണ്ടതാണ്. മറ്റൊരു കാര്യത്തിൽ ഇങ്ങനെ ഒരു പകർച്ചപ്പനി വരുമ്പോൾ മഴക്കാലത്ത് നമ്മുടെ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളൊക്കെ തന്നെ ക്ലീനിങ് പ്രോസസ്സ് നമ്മുടെ വീടുകളിലും അല്ലെ പുറം സ്ഥലങ്ങളിലും ഒക്കെ ക്ലീനിങ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് വളരെ സജീവവും മാലിന്യ വിമുക്തമാക്കാണ് അല്ലെ. മാലിന്യ വിമുക്ത കേരളം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ പദ്ധതികളൊക്കെ തന്നെ നമ്മുടെ എന്താ പറയാ സർക്കാരുകൾ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നതൊക്കെ നല്ലതാണ്, ഇതൊന്നും നല്ലതല്ല എന്നല്ല. പക്ഷെ അതിനേറ്റവും ഉപരി നമ്മൾ ഈ പുറത്തെ മാലിന്യത്തെക്കാൾ ഉപരി നമ്മുടെ ആന്തരിക മാലിന്യങ്ങളെ തടയേണ്ടതുണ്ട്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ മറന്നു പോകുന്ന കാര്യമാണ്. പലപ്പോഴും പലരും പറയാതെ പോകുന്ന കാര്യമാണ്. ആ ഒരു കാര്യം പറയാനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ രക്തവ്യവസ്ഥയിൽ മാലിന്യത്തിന്റെ തോത് കൂടുതലായിട്ടിരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് പ്രതിരോധം കുറയുന്നത്. നമ്മുടെ ശരീരം ശുദ്ധമായിരുന്നാല് നമ്മുടെ രക്തവ്യവസ്ഥയിൽ ടോക്സിന്റെ അളവ്, മാലിന്യത്തിന്റെ അളവ് കുറഞ്ഞിരുന്നാല് നമുക്ക് രോഗം വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യും? അതിന് നമ്മൾ മാലിന്യം കലരാത്ത തരത്തിലുള്ള ശുദ്ധമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം. ഇപ്പൊ എന്താണ് ഈ ശുദ്ധമായ ഭക്ഷണം? അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആൽക്കലൈൻ കണ്ടന്റ് ധാരാളമുള്ള പഴങ്ങള്, പച്ചക്കറികള്, അണ്ടിവർഗ്ഗങ്ങള്, ഇലക്കറികള് എന്നിവ ധാരാളം കഴിക്കണം. പക്ഷെ അതിന് പകരം ഇന്നത്തെ ഒരാളുടെ ലൈഫ് സ്റ്റൈൽ, ഭക്ഷണ രീതി നോക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഒന്ന് പറയാം. രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്, ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുന്നുണ്ട്, രാത്രി ഡിന്നർ കഴിക്കുന്നുണ്ട്. പക്ഷെ അതിന് ഇടയിൽ ചിലപ്പോൾ ലഘു പാനീയങ്ങളും അതേപോലെ സ്നാക്സുകളും ഒക്കെ കഴിക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ എന്ത് കഴിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ പൊതുവിൽ ഒരാളുടെ ആഹാരം നോക്കുമ്പോൾ പറയും, രാവിലെ എന്താ കഴിക്കാന്ന് ചോദിക്കുമ്പോൾ പലരും പറയും രാവിലെ വല്ല പുട്ടോ പത്തിരിയോ ചപ്പാത്തിയോ കഴിക്കുന്നു. ഉച്ചയ്ക്ക് റൈസ് കഴിക്കും. രാവിലെ രാത്രി രാത്രി റൈസ് കഴിക്കുന്നവരുണ്ട്, ചപ്പാത്തി കഴിക്കുന്നവരുണ്ട്. ഈ ഒരു ഡയറ്റാണ് പൊതുവെ മലയാളികളുടെ ഒരു ഡയറ്റ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഇങ്ങനെ ഈ ഡയറ്റിൽ എവിടെയാണ് പഴങ്ങളും പച്ചക്കറികളും അണ്ടിവർഗ്ഗങ്ങളും ഒക്കെ ഉള്ളത്? ആൽക്കലൈൻ കണ്ടുള്ള ഫുഡ് എങ്ങനെയാണ് ഇവർക്ക് കിട്ടുന്നത്? ശരിക്കും ആൽക്കലൈൻ എന്നുള്ള അവസ്ഥ ബോഡിയുടെ പി എച്ച് ബാലൻസ് ചെയ്യുന്നിടത്തിലാണ് ശരിക്കും നമുക്ക് നല്ല രോഗപ്രതിരോധം ഉണ്ടാകുന്നത്. ആ രോഗപ്രതിരോധം ഉണ്ടാകുന്നതിനനുസരിച്ചുള്ള ഒരു ഭക്ഷണം നമ്മൾ കഴിക്കണം. അതുപോലെ ടോക്സിൻ ബോഡിയിൽ നിന്ന് ഡിസ്ചാർജ് നല്ലപോലെ വ്യായാമം ചെയ്യണം. വ്യായാമം ചെയ്യുന്ന സമയത്ത് എക്സസ് ആയിട്ടുള്ള മിനറൽസ്, സോഡിയം ക്ലോറൈഡ് ഒക്കെ വിയർപ്പിലൂടെ ഒക്കെ പുറന്തള്ളി നമ്മുടെ രക്തവ്യവസ്ഥ കൂടുതൽ ശുദ്ധീകരിക്കപ്പെടുന്നതാണ്. അപ്പൊ നല്ലപോലെ വ്യായാമം ചെയ്യുകയും അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ആൽക്കലൈൻ ഫുഡ് കഴിക്കുകയും അതുപോലെ തന്നെ ധാരാളം നല്ല വെള്ളം കുടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതി നമ്മളിലേക്ക് കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ നമ്മൾ ഈ പ്രതിരോധം തടയാൻ വേണ്ടിയിട്ട് ചുടുവെള്ളം മാത്രം കുടിക്കുകയും സോപ്പിട്ട് മാത്രം കഴുകുകയും ചെയ്യുന്ന രീതി നമുക്ക് ഒരുപക്ഷെ ഫലവത്തായില്ല എന്ന് വരാം. കാരണം നമുക്കറിയാം, പലപ്പോഴും ഒരു വീട്ടിൽ തന്നെ കൊറോണ വന്ന സമയത്ത് ഒരു വീട്ടിൽ തന്നെ എന്തുകൊണ്ട് എല്ലാവർക്കും വന്നില്ല?
അതൊരു വലിയൊരു ഘടകമാണ്. പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട് അല്ലേ? നമുക്കിപ്പോ അങ്ങനെ വരുന്നതും ഉണ്ട്, വരാത്തതും ഉണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാര്യം എന്താണെന്ന് വെച്ചാല്, നല്ല പ്രതിരോധം നേടിയാല് ഇന്റേണൽ ആയിട്ടുള്ള ആന്തരികമായിട്ടുള്ള ഉള്ളിലുള്ള പ്രതിരോധം നേടിയാല് പുറത്തെ അണുക്കള് ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ പോലും ആ അണുവിന് ശരീരത്തിൽ പെറ്റുപെരുകാൻ സാധിക്കുന്നില്ല. നമ്മുടെ ശരീരത്തിലെ ഒരു ബാക്ടീരിയ ആയാലും വൈറസ് ആയാലും പ്രവേശിച്ചു കഴിഞ്ഞാല് അതിന് ശരീരത്തില് പെറ്റുപെരുകാനുള്ള ഒരു സാഹചര്യമാണ് രക്തവ്യവസ്ഥയിലെ ടോക്സിൻ. ഈ രക്തവ്യവസ്ഥയിൽ ആൽക്കലൈൻ ആവുകയും ടോക്സിൻ കുറയുകയും ചെയ്യുമ്പോൾ ഈ രോഗാണുക്കൾക്ക് അവിടെ പെറ്റുപെരുകാൻ സാധിക്കുന്നില്ല. ഇത് സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്ത കാര്യമാണ് ശരിക്കും. സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്ത കാര്യമാണ്. പക്ഷെ ഇതിനെക്കുറിച്ച് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പറയാതെ പുറത്തുള്ള ഡിഫൻസിനെ കുറിച്ച് മാത്രം പറയുന്നതാണ് നമുക്ക് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ കാരണമാകുന്നത്. ജീവിതശൈലി ഒരു ആരോഗ്യകരമായ ഇങ്ങനെയുള്ള ഈ പറഞ്ഞ പോലുള്ള ഒരു ജീവിതശൈലി നമ്മള് നമ്മൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഷിഗല്ലയെ മാത്രമല്ല ഒരു പനികളെയും ഒരു വൈറസുകളെയും ബാക്ടീരിയകളെയും നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ബാക്ടീരിയകളും വൈറസുകളെയും പേടിച്ച് നമ്മൾ ഓടേണ്ടതില്ല. ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. നമ്മൾ പേടിക്കുകയാണ്. എന്തിന്? നമ്മള് പുലിയെ സിംഹത്തിനൊന്നുമല്ല പേടിക്കുന്നത്. അതിനേക്കാൾ പേടിക്കുന്നത് എന്താണ്? കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ബാക്ടീരിയയും വൈറസുകളെയും പേടിക്കുകയാണ്. പേടിക്കേണ്ട ഒരാവശ്യവുമില്ല. അതിനൊക്കെ പ്രതിരോധിക്കേണ്ട ഒരു ശക്തി നമ്മുടെ ഇന്നറിലുണ്ട്. സെൽഫ് ക്യൂറിംഗ് കപ്പാസിറ്റി ഓഫ് ദ ബോഡി നമ്മളത് മനസ്സിലാക്കണം. ശരീരത്തിന് അനന്തമായിട്ടുള്ള കഴിവുണ്ട്. സ്വയം കേടുപാടുകൾ തീർക്കാൻ കഴിവുള്ള കോശങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള ഒരു അത്ഭുത പ്രതിഭാസമാണ് മനുഷ്യന്റെ ശരീരം. നമ്മളത് മറന്നിരിക്കുകയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ നമ്മുടെ സെൽഫ് ക്യൂറിംഗ് കപ്പാസിറ്റിയും നമ്മുടെ ശരീരത്തിന്റെ മനസ്സിന്റെ അനന്തമായിട്ടുള്ള പ്രതിരോധ ശേഷി എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ കാര്യങ്ങളിൽ കൂടെ നമ്മൾ കുറച്ച് ശ്രദ്ധ ചെലുത്താൻ ശ്രമിക്കുക. ഓക്കെ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.